പ്രിയ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി ഹിന്ദി വിത്ത് കൃഷിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. SCERT സിലബസ് പ്രകാരമുള്ള പുതിയ പുസ്തകങ്ങൾ പ്രിയപ്പെട്ടവരുടെ കൈകളിലെത്തിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ പുതിയ പാഠപുസ്തകത്തിൽ 5 യൂണിറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10 എന്ന് പറയുന്ന ആദ്യത്തേക്കായി, പൽത്തേ റിസ്തേ എന്ന രണ്ടാമത്തേക്കായി, ഖുൽത്തേ നസാരേ എന്ന് പറയുന്ന മൂന്നാമത്തേക്കായി, സാത്ത് ചലേം എന്ന നാലാമത്തേക്കായി, ഗുസർത്തേ പൽ എന്ന അഞ്ചാമത്തെ ഇക്കായി. ഇക്കായി ഏക്ക് 10 എന്നാണ് തന്നിരിക്കുന്നത്. അതിൽ സുശീൽ ശുക്ലാക്കി ഏക്ക് കവിത ഉണ്ട്. പേടെന്നാണ് കവിതയുടെ പേര്. രണ്ടാമത് നേഹാ സിംഗിൻ്റെ ഒരു കഹാനി തന്നിട്ടുണ്ട്, ജൂലിയ ഔർ ലൂണ. രണ്ടാമത്തെ യൂണിറ്റിലാണ് ഗീത് ചതുർവേദിയുടെ ഒരു കഹാനിയാണ്, ഹാച്ചി കി കഹാനിയാണ് തന്നിരിക്കുന്നത്. നാലാമത്തെ ഗുൽസാറിൻ്റെ ഒരു കവിതയാണ്, ബാബ ഔർ ബാബ കി ഛടി. മൂന്നാമത്തെ യൂണിറ്റിലാണ് ഇലക്ഷൻ ഷേയുടെ ഒരു യാത്രാവിവരണം, ജബ് ഹം ധീരെ ചൽത്തേ ഹേ എന്നത്. അടുത്തത് വരുൺ ഗ്രോവറുടെ ഒരു ഫിലിമി ലേഖനമാണ്, ബൈസൈക്കിൾ ധീസ് എന്ന് പറയുന്നത്. പ്രസൂൻ ജോഷിയുടെ ഒരു ഫിലിമി ഗീതം മൂന്നാമത്തെ യൂണിറ്റ് തന്നിട്ടുണ്ട്, മേരി മാം. നാലാമത്തെ യൂണിറ്റിൽ മന്നു ഭണ്ഡാരിയുടെ ഒരു കഹാനിയാണ്, സയാനി ബുവ. ആലോക് ധൻവായുടെ കവിതയാണ്, ചൗക്ക് എന്ന നാലാമത്തെ യൂണിറ്റിലുണ്ട്. ലാസ്റ്റ് യൂണിറ്റ് 5ാമത്തെ യൂണിറ്റിലാണെങ്കിൽ 2 പാഠഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അരുൺ കമലിൻ്റെ കവിത ഖുഷ്ബു രജിത്തേ ഹേ ഹാത്ത് എന്നതും, മൈത്രേയി കുൽക്കർണിയുടെ സംസ്മരൺ ഓർമ്മക്കുറിപ്പ്, സീരിയ കി ബേട്ടി എന്ന് പറയുന്ന 5 യൂണിറ്റുകളാണ് നമ്മുടെ SCERT പ്രകാരമുള്ള പുതിയ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ യൂണിറ്റ് എന്നുള്ളതിന് ഇക്കായി എന്നാണ് പറയുന്നത്. ഇക്കായി ഏക്കിൽ 10 എന്ന ആ യൂണിറ്റിൽ ആദ്യത്തെ പാഠഭാഗമാണ് സുശീൽ ശുക്ലയുടെ കവിത പേട്. അപ്പോൾ കവിത പഠിക്കുമ്പോൾ കവിതയുടെ സാരാംശം മാത്രമല്ല, കവിയെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കവിയെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ സുശീൽ ശുക്ല എന്ന് പറയുന്നത് തക്ഷശിലയിലെ ബാലസാഹിത്യം കലാകേന്ദ്ര എൻ്റെ നിദേശക് എന്ന് വെച്ചാൽ ഡയറക്ടർ എന്നാണ്. സുശീൽ ശുക്ല തക്ഷശില ബാലസാഹിത്യ ഏവം കലാകേന്ദ്രൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് നിദേശകാണ്. കൂടാതെ അദ്ദേഹം ബച്ചോം കി 2 പത്രികയും 2 ബാലമാസികൾ, ഹിന്ദിയിലെ 2 ബാലമാസികളുടെ പേരുകളാണ്, ഒന്ന് ഫ്ലൂട്ടോ എന്ന് പറയുന്നതും ഒന്ന് സൈക്കിൾ. ഇതിൻ്റെ രണ്ടിൻ്റെയും സഹസമ്പാദക് എന്ന് വെച്ചാൽ അസോസിയേറ്റ് എഡിറ്റർ എന്നാണ്. ഫ്ലൂട്ടോ എന്ന് ഔർ ബൈസൈക്കിൾ ആദി ബച്ചോം കി പത്രികാവോം കെ സഹസമ്പാദക് ഭി ഹേ ശ്രീ സുശീൽ ശുക്ല. ഇതൊക്കെ കൂടാതെ വേ ഏക്ക് കവി ഔർ ലേഖക് ഭി ഹേ, അദ്ദേഹം ഒരു കവിയുമാണ് ലേഖകനുമാണ്. അപ്പോൾ സുശീൽ ശുക്ലയെക്കുറിച്ച് നമ്മൾ സാരാംശം എഴുതുമോ, 4 മാർക്കിന് സാരാംശം അല്ലെങ്കിൽ കവിതയുടെ ആശയം എഴുതാൻ പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ആദ്യം കവിയെക്കുറിച്ചാണ്. അപ്പോൾ കവിയെക്കുറിച്ചുള്ള വരികളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എല്ലാവരും ആ കവിയെക്കുറിച്ചുള്ള സെൻറ്റൻസുകൾ എഴുതിയെടുത്ത് പഠിച്ചു വെച്ചാൽ സാരാംശം ചോദിക്കുമ്പോൾ വൃത്തിയായിട്ട് എഴുതാം. ഒന്നുകൂടെ പറയാം, സുശീൽ ശുക്ല തക്ഷശില के बालसाहित्य एवं कलाकेंद्र एकतारा के निदेशक हैं. फ्लूटो और बाइसाइकिल आदि बच्चों की पत्रिकाओं की सहसंपादक भी हैं. वे एक कवि और लेखक भी है. ഫസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. 10 ഇലകൾ എന്നാണ്. അതിലെ ആദ്യത്തെ പാഠഭാഗമാണ് പേട് എന്ന് പറയുന്ന കവിത. പേട് എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? മരം എന്നതാണ്. ആദ്യത്തെ വരികൾ ഞാൻ വായിക്കാം. പേട് തും പേട് നഹിം തും ദർജി, തുമ്നെ കിത്തനെ സിലെ ഘോംസലെ കിത്തനെ സിലി ഹവായേം, ധൂബ് സിലി തോ ബിഗർ ഗയി കതരൻ ചായായേം. എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് നമുക്ക് പരിശോധിക്കാം. പേടെന്ന് പറഞ്ഞ മരമാണെന്ന് നമ്മൾ പറഞ്ഞു. ദർജി എന്ന് വെച്ചാൽ തുന്നൽക്കാരൻ എന്നാണ് അർത്ഥം. സിലെ എന്ന് വെച്ചാൽ തുന്നുക, ഘോംസലെ എന്ന് വെച്ചാൽ പക്ഷിക്കൂട്, കിത്തനി എന്ന് വെച്ചാൽ എത്ര, ഹവായേം എന്ന് വെച്ചാൽ കാറ്റ് വായു,
ധൂപ് വെയില് ബിഖർ ഗയി ചിതറിപ്പോയി കതരൻ കതരൻ കഷ്ണങ്ങളായിട്ട് ചായായും നിഴലുകൾ. അപ്പോൾ വാക്കിൻ്റെ അർത്ഥങ്ങളാണ് പറഞ്ഞത്. സുശീൽ ശുക്ല കി ബഹുത്ത് ഖൂബ്സൂരത്ത് കവിത, ഏറ്റവും മനോഹരമായ ഒരു കവിതയാണ് പേട് എന്ന് പറയുന്നത്. അപ്പോൾ പേട് ഖൂബ്സൂരത്ത് കവിത ഹെ. ഈ കവിത एक कविता പ്രകൃതി के सौंदर्य को बहुत ही सुंदर तरीके से, പ്രകൃതിയിലെ സൗന്ദര്യത്തെ വളരെ സുന്ദരമായ രീതിയിൽ ബയാൻ കർത്തി ഹെ, വർണ്ണിച്ചിരിക്കുകയാണ്. കവി യഹാം പർ എന്ത് പേടുക്കോ ദർജിക്കെ രൂമേം, പേടിനെ വൃക്ഷത്തെ എന്തിനെയാണ് ദർജി തുന്നൽക്കാരനായിട്ട് പ്രസ്തുതിക്കുക ഹേ വഹു ബഹുത്ത് അനോക്ക, ഒരു വളരെ വിചിത്രമായ ഒരു എന്ത് ചെയ്ത് ഉപമ. ആ പേടിനെ ആരോട് ഉപമിച്ചിരിക്കുന്നു? ദർജിയോട് ഉപമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പേട് തും പേട് നഹിം തും ദർജി, പേട് മരം, നീ ഒരു മരമല്ല, തും ദർജി നീ ആരാണ്? നീ ഒരു തുന്നൽക്കാരൻ. ഇപ്പം കവിതയിൽ പേടിനെ किससे तुलना की है? दर्जी की तुलना, दर्जी से तुलना करके कवി कहते हैं कि, കവി എന്താ പറയുന്നത്? പേട് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് പേട് കൊണ്ട്. പേട് കോ എന്ത് ചെയ്തിരിക്കുന്നത്? വിഭിന്ന തത്വവും ഏക്ക് സാത്ത്, പേടെന്ന് പറയുന്നത് പ്രകൃതിയുടെ വിഭിന്നമായ തത്വങ്ങളെ ഏക്ക് സാത്ത് ജോഡുത്താഹെ, ഒന്നിച്ച് ചേർക്കുന്നതാണ് പേട് എന്ന് പറയുന്നത്. അപ്പോൾ पेड़ को एक दर्जी के रूप में चित्रित किया है जो प्रकृति के विभिन्न तत्वों को, വ്യത്യസ്തമായ തത്വങ്ങളെ एक साथ जोड़ता है और ഇത് एक सुंदर और जीवंत दुनिया, ഒരു മനോഹരമായ ഒരു ജീവനുള്ള ലോകത്തെ ബനാത്താ ഹേ, ആര്? പേട് എന്ന് പറയുന്നത്. അപ്പോൾ പേട് എന്ന് പറയുന്നത് പ്രകൃതിക്ക് ഒരു നിർമ്മാൺ ഹേ, പ്രകൃതിയുടെ ഒരു നിർമ്മാണമാണ്. ജിസ്മയും അതിനകത്ത് എന്തൊക്കെയുണ്ട്? ജഡേം ഹേ, വേരുകളുണ്ട്, തന തടികളുണ്ട്, പിന്നീട് ശാഖായയുമുണ്ട്, അവർ പത്തിയാം ഇലകളും ഉണ്ട്. ഉസി പ്രകാർ അതേപോലെ ദർജി തോ ഏക്ക് വ്യക്തി ഹേ, ദർജി എന്ന് പറയുന്നത് ആരാണ്? ഒരു വ്യക്തിയാണ്. ജോ എന്ത് ചെയ്തിരിക്കുന്നു? വിഭിന്നത ആ കപ്പടോങ്കോ സിൽത്താഹേ, കപ്പടോ വസ്ത്രങ്ങളെ നെയ്തെടുക്കുന്ന ഏക്ക് വ്യക്തിയാണ് ദർജി എന്ന് പറയുന്നത്. ഇസ്മയും വിഭിന്ന സാമഗ്രിയും കോ, അതറിയാമല്ലോ, വസ്ത്രങ്ങൾ നെയ്യുമ്പോൾ വിഭിന്നമായ സാമഗ്രികളെ ഏക്ക് സാത്ത് ജോഡിനേക്ക് പ്രക്രിയ കർത്തി ഹെ, ഒന്നിച്ച് ചേർക്കുന്ന ഒരു പ്രക്രിയയാണ് ആര് ചെയ്യുന്നത്? ദർജി ചെയ്യുന്നത്. അപ്പോൾ ഇസ്ലിയെ കവി സുശീൽ ശുക്ല പേടിക്ക് തുലന, പേടിനെ തുലനം ചെയ്യുന്ന ആരോടാണ്? ഏക്ക് ദർജിക്ക് രൂപയും, ഒരു തുന്നൽക്കാരനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കവി ഇവിടെ ഈ പേടിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയെ അല്ലെങ്കിൽ എൻ്റെ വീഡിയോകളെ മുന്നോട്ട് നയിക്കുന്ന, വീണ്ടും വീണ്ടും വീഡിയോകൾ ഇടാനുള്ള ഒരു പ്രചോദനമെന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കമൻറ്റ് രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒക്കെ നിങ്ങൾ കൂട്ടുകാരോടും പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ 2 വരികൾ മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ കൂടുതൽ വിവരങ്ങൾ, പേടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പഠിക്കാം. ഇന്നെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ എത്തുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.